നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം വാട്ടെ തല്ലിപ്പൊളിക്കൽ, തച്ച് തകർക്കൽ, അതതിൻ്റെ മാക്സിമത്തിലാണ് നമ്മൾ കണ്ടത്. CSK ആരാധകരെ നെഞ്ചത്ത് കൈവച്ച് പറയൂ, ഈ ബൗളിങ്ങും വെച്ച് ഈ ടീം എവിടെയെങ്കിലും എത്തുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവസാന 5 ഓവറിൽ 97 റൺസാണ് ടിം ഡേവിഡും രജത് പട്ടിദാറും കൂടി അടിച്ചെടുത്തത്. ഒരു ഡീസൻറ്റ് പവർ പ്ലേ ആയിരുന്നു. അതിനെക്കുറിച്ച് പട്ടിദാർ ദേവദത്ത് പടിക്കൽ കളിക്ക് ശേഷം പറഞ്ഞത് പിച്ച് ഒരൽപ്പം ടാക്കിയായിരുന്നു തുടക്കത്തിൽ എന്നാണ്. പക്ഷെ പിന്നീടങ്ങ് പൊളിച്ചടുക്കലാണ്, വലിച്ചടിക്കലാണ്. നിശ്ചിത 20 ഓവറുകളിൽ 3 വിക്കറ്റിന് 250 റൺസാണ് അടിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ RCB CSKക്കെതിരെ നേടിയിരിക്കുന്ന ഏറ്റവും ഉയർന്ന സ്കോറാണിത്. ആദ്യം ബാറ്റ് ചെയ്ത RCB എന്ന് പറഞ്ഞാൽ CSKക്കാണ് ടോസ്, എന്നിട്ട് ബൗൾ ചെയ്യാൻ തീരുമാനിച്ചതാണ്. എന്നിട്ട് RCB 20 ഓവറിൽ 3 വിക്കറ്റിന് ഇത്ര വലിയ സ്കോർ അടിച്ചിട്ടുണ്ടെങ്കിൽ CSKയുടെ ബൗളിംഗ് ഒന്ന് നിങ്ങൾ ഓർത്ത് നോക്കി, എന്താ നിലവാരം. ഫിൽ സാൾട്ടും വിരാട് കോഹ്ലിയും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട്. കോഹ്ലി 5ാമത്തെ ഓവറിൽ മടങ്ങുമ്പോൾ സ്കോർ ബോർഡിൽ 37 റൺസേ ഉള്ളൂ. കോഹ്ലി 18 പന്തിൽ നിന്ന് 2 ഫോറും 1 സിക്സും അടക്കം 28 റൺസാണ് അടിച്ചത്. ഫിൽ സാൾട്ട് 30 പന്തിൽ നിന്ന് 3 ഫോറും 2 സിക്സും അടക്കം 46. ദേവദത്ത് പടിക്കൽ കഴിഞ്ഞ കളിയിൽ അതേ മികവ് ആവർത്തിക്കുന്നു. 29 പന്തിൽ നിന്ന് 5 ഫോറും 2 സിക്സും അടക്കം 172.41 സ്ട്രൈക്ക് റേറ്റിൽ 50 റൺസ്. പിന്നെയല്ലേ പട്ടിദാറും ടിം ഡേവിഡും ചേർന്നുള്ള പൊളിച്ചെടുക്കൽ. പട്ടിദാർ 19 പന്തിൽ നിന്ന് 1 ഫോറും 6 സിക്സറും അടക്കം 252.63 സ്ട്രൈക്ക് റേറ്റിൽ 48 റൺസ് അടിച്ച് പുറത്താകാതെ നിന്നപ്പോൾ ടിം ഡേവിഡ് വെറും 25 പന്തുകൾ 3 ഫോറും 8 സിക്സും അടക്കം 280 സ്ട്രൈക്ക് റേറ്റിൽ 70 റൺസ് അടിച്ച് പുറത്താകാതെ നിന്നു. സോ ഇതൊരു വമ്പൻ സ്കോറാണ്. 251 റൺസ് അടിക്കണം വിജയിക്കാൻ. കഴിയുമോ CSKക്ക്? അങ്ങനെ കഴിയണമെങ്കിൽ വല്ലാത്തൊരു ബാറ്റിംഗ് പ്രകടനം അവരുടെ നിര കാഴ്ചവെക്കണം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.